ഗുഡ് മോർണിംഗ്. ഗർഭിണികൾ ഫേസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നെഞ്ചെരിച്ചിൽ അഥവാ ഹാർട്ട് ബേൺസ് എന്ന് പറയും. അതായത് നെഞ്ചിന്റെ താഴെ ഭാഗത്തു നിന്ന് എരിഞ്ഞു വന്നിട്ട് വായിലോട്ട് പുളിച്ചു തികട്ടുന്ന പോലെ പറയുന്നു. ഇങ്ങനെ പറയാത്ത ഗർഭിണികൾ വളരെ കുറവാണ്. സാധാരണയായി നമ്മുടെ ഫുഡ് പൈപ്പിന് താഴെ ഒരു വാൽവ് പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം റിലാക്സ് ചെയ്തിരിക്കുകയും സ്റ്റൊമക്കിൽ നിന്നുള്ള എംറ്റിയിങ് ടൈം വളരെ സാവധാനത്തിലാണ് ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് എംറ്റി ചെയ്ത് പോവുക. പെരിസ്റ്റോൾസിസ് എന്ന് പറയും. അതായത് മൂവ്മെന്റ്സ്, ബവലിന്റെ മൂവ്മെന്റ്സ് കുറവായിരിക്കുകയും ചെയ്യും പ്രഗ്നൻസിയിൽ. ഇതുകൊണ്ടാണ് ഈ സിംറ്റം പ്രഗ്നൻസിയിൽ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് മരുന്ന് കഴിക്കണോ എന്ന് എല്ലാവരും ചോദിക്കും. മരുന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണക്രമത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു പരിധി വരെ ഇത് മാറ്റാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ 3 മെയിൻ മീൽസ് കഴിക്കുമല്ലോ, അതിനെ 3 മെയിൻ മീൽസിനെ 6 ചെറു ഭക്ഷണക്രമമായിട്ട് 6 പ്രാവശ്യമായിട്ട് കഴിക്കുക. അതായത് ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഇടവേള കുറയ്ക്കുക. മസാല, എരിവ്, എണ്ണമയം എന്നിവ കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. നിവർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുക. പിന്നെ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് ഡിന്നർ കഴിക്കുക. അതായത് ഭക്ഷണം ദഹിക്കാൻ വേണ്ട സമയം നമ്മൾ കൊടുക്കുക, എന്നിട്ട് കിടക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചു നേരം നടന്നിട്ട് വേണമെങ്കിൽ കിടക്കാം. അഥവാ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സ്കിംഡ് മിൽക്ക്, പാട മാറ്റിയ പാല് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചെറു ചൂടോടെ കഴിച്ചാൽ അത് ഉറക്കത്തിനെയും സഹായിക്കും. ഇതുകൊണ്ടൊന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തലയെണ്ണകൾ 2-3 എണ്ണം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചാരി ഇരുന്ന് ഉറങ്ങുന്നത് പോലെ ഉറങ്ങാം. അത് ആദ്യത്തെ മാസങ്ങളിൽ വേണ്ടി വരില്ല. 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അതിന് കൂടുതലായിട്ടും വേണ്ടി വരിക. പിന്നെ കഫീനേറ്റഡ് ഡ്രിങ്ക്സ്, കാപ്പി, ചായ തുടങ്ങിയവ പ്രത്യേകിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒഴിവാക്കുക. കഴിയുന്നതും കാപ്പിയുടെയും ചായയുടെയും ഉപയോഗം കുറയ്ക്കുക. 2 ഗ്ലാസ്സിൽ കൂടുതൽ കാപ്പി ഒരു ദിവസം കുടിക്കാതിരിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോല, പെപ്സി തുടങ്ങിയവയും ഒഴിവാക്കുക. ഇതെല്ലാം ഒഴിവാക്കുകയും സാധാരണഗതിയിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷനും ഡോക്ടർ പറഞ്ഞ മരുന്നുകളും കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഹാർട്ട് ബേൺസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കാവുന്നതാണ്.